വനമേഖലയോട് താമസിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിതം ഇങ്ങനെ വന്യമൃഗത്തിൻ്റെയും കാട്ടാനയുടെയും പുലിയുടെയും കടുവയുടെയും പിന്നിൽ എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇതിൽ നിന്ന് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല. ആകെ ഈ ഓരോ നിർഭാഗ്യവാന്മാരും മരണമടയുമ്പം ഇവിടെ വന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് അഭിനയിച്ചിട്ട് പോവുക. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് അങ്ങനെ മുന്നോട്ട് വിടാൻ പറ്റത്തില്ല. ഇവിടെ ഈ കാട്ടാന ഇറങ്ങുന്ന ഇവിടെ ഈ വനത്തിൻ്റെ മേഖലയിൽ എത്രയോ നാളുകളായി പറക്കുന്ന ഒരു മുന്നോട്ട് വെച്ച ആവശ്യമാണ്. ഇവിടെ വലിയ കിടങ്ങുകൾ വനാതിർത്തിയോട് ചേർന്ന് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കാട്ടാന ഉൾപ്പെടെയുള്ളത് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഞാനിവിടെ ഈ കാട്ടുപോത്ത് 2 പാവപ്പെട്ട കൃഷിക്കാരെ കൊന്നതിന് ശേഷം ഇവിടെ ഈ ഏഞ്ചൽ വാലി, പമ്പ വാലി ഞാൻ സത്യാഗ്രഹം ഈ വിഷയം പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം വരുന്നതാണ്. അന്ന് ഫോറസ്റ്റ് മന്ത്രിയോടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടും ഗവൺമെൻറ്റിനോടും ആവർത്തിച്ച് പറഞ്ഞാണ് വനമേഖലയിൽ ഇതുപോലുള്ള ഫെൻസിങ് ഉണ്ടാകണം. ഫെൻസിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെൻസിങ്ങിന് ഒരു ചെറിയ പച്ചപ്പ് കടന്നു കയറി അതിലൊരു ഇലത്തളർപ്പ് അതേ വന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫംഗ്ഷൻ ചെയ്യത്തില്ല. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫോറസ്റ്റുകാരാണ്. അവരത് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സഹായം ലഭിക്കുന്നില്ല. ആ കാട്ടുപോത്ത് കുത്തി മരിച്ച 2 കൃഷിക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ്റാണ് 10 ലക്ഷം രൂപ കൊടുക്കുന്നത്, സംസ്ഥാന ഗവൺമെൻറ് അല്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനസഹായമാണ്. അല്ല, ആ ധനസഹായം പോലും 5 ലക്ഷം കൊടുത്തിട്ട് 5 ലക്ഷം കൊടുക്കാൻ 1.5 കൊല്ലം കാത്തിരിക്കേണ്ടിയിരുന്നു. അപ്പോൾ ധനസഹായമല്ല, ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടിയന്തരമായിട്ട് ഇതേ സംബന്ധിച്ച് ഇവിടെ തീരുമാനം ഉണ്ടാകണം. ഈ വനാതിർത്തിയോട് ചേർന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ എന്തൊക്കെ നടപടികളാണ് ഗവൺമെൻറ് എടുക്കുന്നത് എന്നുള്ളത് ഞങ്ങളെ ബോധിപ്പിക്കണം. അത് ബോധിപ്പിക്കുകയല്ല, നടപ്പാക്കുകയും ചെയ്യണം. അല്ലാതെ പാവപ്പെട്ട കൃഷിക്കാരെ ഈ കാട്ടാനയുടെ പിന്നിൽ എറിഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഇതിവിടെ മാത്രമല്ല, ഈ വനമേഖലയോട് ചേർന്ന് മുണ്ടക്കയം വരെയുള്ള ആ പ്രദേശങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇറങ്ങിയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു വീട് മുറ്റത്തെ കാട്ടാനയെന്നു ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് മിന്നൽ ആന നിൽക്കുന്നത്. അവർ പെട്ടെന്ന് ഓടി വീടിൻ്റെ അകത്ത് കയറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ ഓരോ വീടുകളുടെ അവസ്ഥ ഇതാണ്. അല്ല, അതിനുള്ള തീരുമാനം ഉണ്ടാക്കും. അത് തീരുമാനം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളുണ്ട്. അത് തീരുമാനം ഉണ്ടാക്കും. ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിക്കും. തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത നടപടി ഉണ്ടാകും. അത് ഇങ്ങനെ വനമന്ത്രിക്ക് ഇത് എന്താണെന്ന് അറിയത്തില്ലാത്ത സെനയിലായ ഒരു മന്ത്രി, അയാൾക്ക് ഈ വനം വകുപ്പ് കിടക്കുന്ന ഏതെങ്കിലും കാര്യം അറിയാവോ? ഏതെങ്കിലും വിഷയം അറിയാവോ? ഇതിവിടെ ഈ വന്യമൃഗ ആക്രമണം നടന്നു. അതിനു മുമ്പ് കസ്തൂരിരംഗൻ വിഷയം വന്നു. ഈ കസ്തൂരിരംഗൻ വിഷയം കൊണ്ട് ഈ കൃഷിക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നാന്ന് എത്ര പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലായിട്ട് പോലുമില്ല. ഇങ്ങനെ ഒരു ചുക്കനും ചുണ്ണാമ്പനും കൊള്ളാത്ത ഒരാളെ ഈ മന്ത്രി കസേരയെ വെച്ച് ഈ പാവപ്പെട്ട കൃഷിക്കാരുടെ ജീവൻ എന്തിനാണ് ബലിയാടാക്കുന്നത്? അയാൾക്ക് വേറെ എത്രയോ പാർട്ടം കേരളത്തിലെ മുഴുവൻ പാർട്ടികളും കക്ഷികളും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു ഇയാൾക്ക് വേറെ ഏതെങ്കിലും സുഖവാസത്തിനുള്ള വകുപ്പ് കൊടുത്തിട്ട് ഇത് വല്ലതും ഭരിക്കുന്ന അറിയാവുന്ന വല്ല മനുഷ്യർക്കും കൊടുക്കാൻ ഇയാൾക്കറിയില്ല. ഇയാൾ ഒരു ദിവസവും ഈ വകുപ്പിനെ സംബന്ധിച്ച് പഠിക്കുന്നില്ല, അഡ്രസ്സ് ചെയ്യുന്നില്ല, കൃഷിക്കാരുടെ പ്രശ്നം അന്വേഷിക്കുന്നില്ല. ഇവിടെ പാവപ്പെട്ട 100,000 ആളുകളാണ് ഇതുപോലെ ഓരോ ദിവസവും ഈ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ പാവപ്പെട്ടവരെ എറിഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ അടന്തര നടപടികൾ ആലോചിക്കും.